ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി വൈബ്സ് വിത്ത് സൂര്യ. ഇന്നേ അങ്ങനൊരു സ്പെഷ്യൽ റെസിപ്പിയോ അല്ലെങ്കിൽ സ്പെഷ്യൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ വെറുതെ ഒരു 4 മണി പലഹാരത്തിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തു, അതങ്ങ് അപ്ലോഡ് ചെയ്യുന്നു, അത്രമാത്രം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഞാനൊരു ഏത്തക്കാപ്പം ലവറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പൊ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ അതിനോട് ഇച്ചിരി കൂടി ഇഷ്ടം കൂടുതലായിരിക്കും. നമ്മൾ മൈദയൊന്നും ഉപയോഗിക്കാതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ വെറുതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോഴേ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് സൂര്യ, ഞാനൊരു യൂട്യൂബറാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടീസ് നോക്കാം കേട്ടോ. ഞാനിവിടെ ആദ്യം തന്നെ നമ്മുടെ നല്ല പഴുത്ത ഏത്തക്ക കട്ട് ചെയ്ത് നല്ല ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ മൈദ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിൽ തന്നെ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. സോ ഞാനിവിടെ ഫുൾ വീറ്റ് ഫ്ലവറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സോ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. എന്ന് വെച്ചാൽ തിളപ്പിച്ചാറിച്ച വെള്ളം ചെറിയ ചൂടോടുകൂടി ഒഴിച്ചു, പച്ചവെള്ളത്തിലല്ല ചെയ്തത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കൈ ഉപയോഗിച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഏത്തക്കയുടെ ഒരു വലിപ്പമൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. എത്രയും വലുത് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ എനിക്കിത് ഉണ്ടാക്കുമ്പോൾ ആകെ പോകെ കുറച്ച് പേടിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഓയിൽ നല്ല തിളച്ച് കിടക്കുന്ന സമയത്ത് നമ്മൾ അതിലിടുമ്പം കൈ പൊള്ളുമോ എന്നുള്ളൊരു സംഭവം എനിക്കിപ്പോഴും ഒരു പേടിയുണ്ട്. അപ്പോൾ നമ്മുടെ ഏത്തക്ക ആൻഡ് അതിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ നല്ല കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിലേക്ക് തന്നെ നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്ക് ഈ മാവിൽ മുക്കിയിട്ട് ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി, സിമ്പിളാണ്. പിന്നെ എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള 4 മണി പലഹാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് റീസെൻ്റ്ലി ആണ് ഞാൻ കുറച്ച് പരിപ്പോടെയൊക്കെ ഇഷ്ടപ്പെട്ടു വരുന്നത്. ഏത്തക്കാപ്പം എന്നും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉഴുന്നുവട, നല്ല ചൂട് ഉഴുന്നുവടയും ചട്നിയൊക്കെ എൻ്റെ ഫേവറേറ്റാണ്. പക്ഷേ ഈ ഓയിലി സ്കിന്നുകാരുടെ ഒരു പ്രശ്നമാണ്, ഒത്തിരി എണ്ണ പലഹാരം ഒത്തിരി കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാം. ഇത് കുറേ നാളായി നമ്മൾ ഏത്തക്കാപ്പം വീട്ടിലുണ്ടാക്കിയിട്ട്. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ അപാകതകൾ ഉണ്ടാവും. എല്ലാ വീഡിയോസും ഞാൻ തന്നെയാണ്, അതല്ല പറഞ്ഞത്. ഈ ഒരു ഏത്തക്കാപ്പം ഉണ്ടാക്കാൻ നേരത്തെ എൻ്റെ കൂടെ ചെറുതായിട്ട് പോലും വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. കാരണം എനിക്ക് എണ്ണയിലുള്ള പരിപാടീസ് കുറച്ച് പേടിയാണ്. മീൻസ് നമ്മളൊന്ന് ജസ്റ്റ് കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെങ്കിലും ഒരു ചെറിയ തുള്ളിയൊക്കെ കാണാൻ ദേഹത്ത് വീണാലോ എന്ന് പേടിച്ചിട്ട് അത്രയും ക്ഷമയോടുകൂടി ചെയ്തതാണ് കേട്ടോ. അപ്പം തനിയെ ആരെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ടുണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, മീൻസ് എനിക്കറിയാം എൻ്റെ വീഡിയോസ് കുറേ കൊച്ചു പിള്ളേർ കാണുന്നുണ്ട്. അവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊക്കെ ഉണ്ടാക്കണേ. നമ്മുടെ ഫസ്റ്റിലത്തെ ആ ഒരു സംഭവം റെഡിയായി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് നല്ല കളറിൽ പാകത്തിന് മധുരവും ചെറിയ ബിറ്റ് ഓഫ് കുറച്ച് ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് കംപ്ലീറ്റ് ഏത്തക്കാപ്പവും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നന്നായിട്ട് കുറച്ചും കൂടെ ഓയിലൊക്കെ ഒഴിച്ച് നല്ലതായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ വൈകിട്ടത്തെ ചായ കുടിക്കുള്ളത് റെഡിയായി. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് നല്ല ഹെൽത്തി ആൻഡ് സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. പിന്നെ നമ്മുടെ ലൈവ് എന്ന് 7 മണിക്ക് ഉണ്ടാവും. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ കണ്ടു നോക്കണം കേട്ടോ. കുറേ പേരിപ്പം എനിക്ക് മെസ്സേജൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ലൈവിൽ വന്ന് എൻ്റെ വീഡിയോസ് കാണാനായിട്ടും എന്നെ ലൈവിലൊക്കെ വന്നിട്ട് എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് സ്ഥിരമായിട്ട് കയറുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും ഒത്തിരി താങ്ക്സ്, ഒത്തിരി സന്തോഷം, എല്ലാവരോടും ഒത്തിരി സ്നേഹം മാത്രം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ ഫ്രം ക്രേസി വൈബ്സ്. ബൈ.